ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫേമസ് ആയ ഒന്നാണ് ഈ ബൺ മസ്ക. നമ്മുടെ നാട്ടിൽ ഇത് ഫേമസ് ആയത് ചായ കപ്പിൾസ് കൊച്ചിയിൽ ഇത് വൈറലാക്കിയപ്പോഴാണ്. ഇനി ബൺ മസ്ക കഴിക്കാനായിട്ട് കൊച്ചിയിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ 3-4 ദിവസമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ബൺ മസ്കയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബണ്ണിൽ തേക്കാനുള്ള ആ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് ബണ്ണിലേക്ക് ഈ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബണ്ണ് റെഡി. ഇതിൻ്റെ കോമ്പിനേഷൻ ഇറാനി ചായയാണ്. അത് ഒതൻറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് ദമ്മൊക്കെ ഇട്ട് സ്റ്റീം ഒട്ടും പുറത്തു പോകാത്ത രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഇത് അത്യാവശ്യം ഒന്ന് കുക്കറിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. തേയിലപ്പൊടിയും ഏലക്കയും വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചെടുക്കണം. അതേപോലെ പാല് സെപ്പറേറ്റ് തിളപ്പിച്ചെടുക്കാം. ഒരു 2 കപ്പ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് 1.5 കപ്പ് വരെ ആവുന്നവരെ കുറുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രുചിയിലുള്ള ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ചായയിൽ ഈ ബണ്ണ് മുക്കി കഴിക്കുക എന്നുള്ളതാണ്. ഈ ചായ ഗ്ലാസ്സിനകത്ത് ബണ്ണ് ഇങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്ലൈസസ് ആക്കിയിട്ടാണ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്.